ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സാധാരണ സിമ്പിൾ ചുരിദാറിന് ഒരു പാർട്ടി വെയറിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബീഡ്സ് വർക്കൊക്കെ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ആർക്കും ചെയ്യാൻ പറ്റും, ഏത് ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാണ്. എന്നാൽ നമുക്ക് ഡ്രസ്സിനെ ടോട്ടലി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ സോഫ്റ്റ് കോട്ടണിലുള്ളൊരു ചുരിദാറാണ്. അത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഇതിനൊരു ലുക്കൊന്ന് മാറ്റിക്കളയാന്ന്. അങ്ങനെ കുറച്ച് പേൾ ബീഡ്സും ഷുഗർ ബീഡും മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഞാൻ ഈ ചുരിദാറിൽ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെ ചെയ്ത് ഞാൻ തയ്ച്ച് കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ കല്യാണത്തിൻ്റെ പരിപാടിയിലേക്ക് ഇത് ഫസ്റ്റ് ടൈം ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സമയം വേണം, കുറച്ചൊരു ക്ഷമയും വേണമെന്നേ ഉള്ളൂ. ആർക്കും ചെയ്തെടുക്കാൻ പറ്റും. അതായത് സൂചിയിലെ കൂടി നൂല് കോർക്കാൻ അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റും കേട്ടോ. അത്രയും സിമ്പിളാണ്. എന്നാൽ കണ്ടാൽ നല്ലൊരു ഗ്രാൻഡ് ലുക്ക്, നല്ല ഹെവി ലുക്ക് വരുത്താൻ പറ്റും. ഇത് പ്ലെയിൻ ചുരിദാറിലൊക്കെ ചെയ്യാൻ പറ്റും. പ്ലെയിൻ ചുരിദാറിൽ കോപ്പർ കളറിലോ പിന്നെ ഗോൾഡൻ കളറിലോ ഒക്കെ ബീഡ്സൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗി കിട്ടുന്നതാണ്. ഏത് കളറിനും ചെയ്യാൻ പറ്റുന്ന രണ്ട് കളറാണ്, കോപ്പർ കളറും ഗോൾഡൻ കളറും കേട്ടോ. പിന്നെ അതിനിടയിൽ കുറേ ആളുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇപ്പോഴും കോൺടാക്ട് ചെയ്യുന്നുണ്ട് വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് നവംബർ 7 ആയിരിക്കും. കാരണം ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മാസമാണ് നമ്മൾ ക്ലാസ് ഉണ്ടാവുന്നത്. ആ ഒരു കാലയളവിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ ചേരുന്ന ആളുകൾക്ക് തന്നെയാണ് അതിൻ്റെ പ്രയാസം ഉണ്ടാവുക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നവംബറിൽ നമുക്ക് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് ബുക്ക് ചെയ്തിടാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അപ്പോൾ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ഒക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷോൾ ആദ്യം കാണിച്ചത് ഇതിൻ്റെ പ്ലെയിൻ വർക്കൊന്നും ഇല്ലാത്ത സമയത്ത്. ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നതാണല്ലോ. ഇതിന് ഡബിൾ ഷെയ്ഡ് മാതിരിയാണ്. ഒരു വശത്ത് ഫ്ലവേഴ്സാണ്, മറ്റേ വശത്തൊരു പിന്നെ ലൈൻ ഒക്കെ പോലെയുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. കണ്ടാൽ 2 ക്ലോത്ത് തന്നെ ജോയിൻ ചെയ്തതാണെന്ന് തോന്നും, പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്തതല്ല, ഇതിൽ തന്നെ വന്നിട്ടുള്ള വർക്കാണ് ഇത് കേട്ടോ. നല്ലൊരു മെറ്റീരിയലാണ്. നമുക്ക് വേനൽക്കാലത്തും ഏത് കാലത്ത് ഇടാൻ പറ്റുന്ന, ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അങ്ങനെ ഇടാന്നുള്ളൊരു ഉദ്ദേശത്തിൽ തന്നെയായിരുന്നു വാങ്ങിയിരുന്നത്. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വർക്ക് ചെയ്താലോ, നിങ്ങൾക്ക് കാണിച്ചു ചെയ്യുക, എനിക്ക് ഒരു വേറൊരു ലുക്കിലേക്ക് ഒരു ഡ്രസ്സും ആയല്ലോ. ആ ഒരു രീതിക്കാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കണ്ടാ ഇവിടെ പകുതി ഈ ഒരു ഡിസൈന്, മറ്റേ പകുതിയിലേക്ക് ഒരു പിന്നെ കണ്ടാൽ പെട്ടെന്ന് തോന്നുന്നു രണ്ടും ജോയിൻ ചെയ്തതാണ്, പക്ഷെ അങ്ങനെയല്ല. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു കളറിൽ ഷുഗർ ബീഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പേള് ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ആക്കാട്ടെ. ഇതിൽ ഞാനൊരു മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഫ്രെയിം ഇട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം, ഫ്രെയിം ഇടാതെ വേണമെങ്കിൽ ചെയ്യാം, അതൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടും. ഞാനത് വലിയ ഫ്രെയിമിൽ ഇട്ടുന്ന പിന്നെ കുറച്ച് ഏരിയ നമുക്ക് പെട്ടെന്ന് കവർ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഏറ്റവും മെലിഞ്ഞ സൂചിയാണ് എടുത്തിട്ടുള്ളത്. സൂചിയിൽ നൂല് കോർക്കുന്ന ടൂള് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതുണ്ടെങ്കിൽ ഇങ്ങനത്തെ പണിയെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നൂല് അടിയിലേക്ക് കൂടി തുണിയിൽ കോർത്തെടുത്തതിന് ശേഷം 2 ഷുഗർ ബീഡ് ചേർത്ത് കോർത്തെടുത്ത്, എന്നിട്ടൊരു പേൾ ബീഡ്, പിന്നെ വീണ്ടും 2 ഷുഗർ ബീഡ്. അത് 1 എന്നുള്ള രീതിക്ക് ചെയ്യുക. ഒരു ഷുഗർ ബീഡും ഒരു പേൾ ബീഡും പിന്നെ ഒരു ഷുഗർ ബീഡും വേണേൽ ചെയ്യുക. 2 എന്നാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 3 വേണേൽ ചെയ്യുക. അപ്പോൾ പേൾ ബീഡ് കുറച്ച് സൈസ് ഉള്ളതുകൊണ്ടാണ് ആ ഗ്യാപ്പ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് 2 വീതം ഞാൻ കോർത്തത്. 3 വീതം കോർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ്, അതായത് ക്ലോത്തിൽ നിന്ന് ഈ വർക്ക് പിന്നെ കുറച്ചും കൂടി ഒരു പോയിൻറ്റും കൂടി ഒരു വീതി പോലെ കിട്ടും. ആ ഒരു വ്യത്യാസങ്ങളാണ്. അതൊക്കെ കുറച്ച് നമ്മളിങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് പല ഐഡിയാസ് വരും കേട്ടോ. കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഐഡിയാസ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളത്. ഐഡിയാസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിലൊക്കെ ഫോട്ടോസൊക്കെ വെച്ച് നോക്കിയിട്ട് അതെങ്ങനെയാണ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നല്ലോണം നോക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് വരുന്ന ആളുകൾക്ക് അത് തനിയെ വരും. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ കഴിവുകളും നമുക്ക് പുറത്തേക്ക് എത്തും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം മാത്രം, അത്രയേ ഉള്ളൂ. ഇതാണ് ഒരു സെറ്റ്. ഇനി അടുത്ത കോർക്കലിൽ നമ്മൾ പേൾ ബീഡ് മുതൽ സ്റ്റാർട്ട് ചെയ്ത്, അത് ഷുഗർ ബീഡ് ഫസ്റ്റ് ഉള്ള ഷുഗർ ബീഡ് വേണ്ട, പേൾ ബീഡ് പിന്നെ 2 ഷുഗർ ബീഡ്, ഇങ്ങനെ തന്നെയാണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കേണ്ടത്. ആദ്യം മാത്രമാണ് 2 ഷുഗർ ബീഡ് കോർത്ത് ഒരു പേൾ ബീഡ് കോർത്ത് വീണ്ടും 2 ഷുഗർ ബീഡ് കൊടുക്കുക. അപ്പം 3 കൂട്ടം കോർത്ത് കഴിയും. എന്നിട്ട് അതൊരു സെറ്റാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഈ പറഞ്ഞ പോലെ
പേൾ ബീഡ് ഷുഗർ ബീഡ് എന്നുള്ള രീതിക്ക് മാത്രം. അതിൻ്റെ എന്താണ് അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തേന് മറ്റാളും കൂട്ടായിട്ട് 3 കൂട്ടരും കൂടെ 2 കൂട്ടരും കൂടി 3 സെറ്റായിട്ട് വന്നിട്ടാണ് ഒരു ഗ്രൂപ്പായി വരുന്നത്. ആ ഓരോ ഗ്രൂപ്പാണ് നമ്മളുടെ ഓരോ ഡിസൈന്. അത് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചേർന്നിട്ടാണ് ലോങ് ആയിട്ട് വരുന്നത്. കണ്ടില്ലേ? ഇങ്ങനെ സെറ്റായിട്ട് അങ്ങനെ കോർത്ത് പോയാൽ മതി. എളുപ്പമല്ലേ? എത്ര എളുപ്പമാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീട്ടിൽ പല ഒരുപാട് ഗസ്റ്റുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഈ ക്ഷമയോടുകൂടി ഇരിക്കാൻ പറ്റുന്നത്? ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്, അത് നമ്മളെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എത്ര കാലം മക്കളൊക്കെ പോറ്റി വളർത്താൻ വേണ്ടി ഉറക്കൊഴിഞ്ഞ് അങ്ങനെയൊക്കെ പല ക്ഷമകൾ നമുക്ക് തന്നെ തിരിച്ചറിഞ്ഞതാണ്. പക്ഷെ ചില മേഖലയിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്താക്കും, അത് നമുക്ക് കഴിയൂല എന്ന് വെറുതെ നമ്മളെ തന്നെ നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ പ്രോത്സാഹിപ്പിക്കാതെ അത് എനിക്ക് കഴിയൂല എന്നുള്ളൊരു തോന്നൽ. പിന്നെ ഇത് സ്ലീവാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഫ്രെയിം ഇടാതെയും ചെയ്യാട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം ഞാൻ കാണിച്ചത്. ഫ്രെയിം ഇടാതെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കയ്യിൽ പിടിച്ച് അങ്ങനെ ചെയ്യുക. പറയില്ല, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഡ്രസ്സിന് ഇങ്ങനെ മാറ്റിയെടുക്കാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ പിന്നെ എന്താക്കി അങ്ങോട്ട് ചെയ്തതാണ്. അപ്പോൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഭാഗമൊക്കെ ഫ്രെയിം ഇല്ലാതെ ചെയ്ത് സ്ലിറ്റിൻ്റെ 2 സൈഡും ഒരു 3 സൈഡും ഫ്രണ്ടിൽ മാത്രം ചെയ്ത് ബാക്കിൽ ചെയ്തിട്ടില്ല. ബാക്കിൽ വേണേൽ ചെയ്യാം. ഇതുപോലെ തന്നെ ബ്ലാക്ക് ത്രെഡ് കൊണ്ട് ബീഡ്സ് കൊണ്ട് ചെയ്താൽ നല്ല രസമുണ്ടാവും. രാത്രിയൊക്കെ ഇങ്ങനെ ഗ്ലേസിങ് ഉള്ള ബീഡ്സ് ഉണ്ട്, കട്ട് ബീഡൊക്കെ കൊണ്ട് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറഞ്ഞ ഏരിയയിൽ സ്ലീവിൽ മാത്രമൊക്കെ ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനെ തിരിച്ചറിയും, അതിൻ്റെ ഭംഗി തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ചെയ്യാൻ തോന്നും. ഇതിൻ്റെ ഹാങ്ങിങ് ചെയ്യുന്ന രീതി ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. പക്ഷേ ഈ ഹാങ്ങിങ് ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ബോൾസ് ഉണ്ടല്ലോ, ആ ബോൾസ് ഉണ്ടാക്കുന്ന പല ടൈപ്പ് ഹാങ്ങിങ്സ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിങ്ക് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് താല്പര്യമുള്ള ഒരു ആവശ്യക്കാരുണ്ടെങ്കിൽ അതൊന്ന് പോയി നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഷോൾ മൊത്തമായിട്ട് വിരിച്ചിട്ടിട്ട് 4 സൈഡിലാണ് ഈ ഹാങ്ങിങ്സ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിപ്പോൾ കുറച്ച് പേൾ ബീഡ് കൊണ്ട് ആ ബോൾസ് ഉണ്ടാക്കിയത് കൊണ്ടാണ് കേട്ടോ ഇത്ര സൈസ്. ഷുഗർ ബീഡ് കൊണ്ട് ഇതേപോലെ ബോൾസ് ഉണ്ടാക്കാം. അപ്പോൾ കുഞ്ഞു ബോൾസ് കിട്ടും നമുക്ക്. ആ കുഞ്ഞു ബോൾസ് അവിടെ മാത്രം ഹാങ് ചെയ്തുന്ന രൂപത്തിൽ ഷോളിനെ നമുക്ക് ഹെവി ആക്കാം. ഫ്രോക്കിൻ്റെ താഴെയോ ഒക്കെ ആക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നില്ല, എളുപ്പമാണ് സംഗതി. സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഇത്രയുമാണ് വരുന്നത്. സ്ലീവിൻ്റെ താഴെ ഭാഗമൊക്കെ മാത്രം ഒന്ന് ആദ്യം ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും പഴയ ഡ്രസ്സിൻ്റെ ഒക്കെ ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിന് തിരക്ക് കൂട്ടി ചെയ്യേണ്ട പണിയേ ഇല്ല. നമുക്ക് സമയം എടുത്ത് തന്നെ ചെയ്യാം. ഇത്ര ദിവസം എടുക്കൂലെന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെ തോന്നണ്ട, എനിക്ക് കഴിയുന്നുള്ള രീതിക്ക് തോന്നി ചെയ്യുക. ഇതുണ്ട ഒരു ബീഡ്, പിന്നെ ആ ബോൾസ്, പിന്നെ ഒരു 5 ബീഡ്, ഏറ്റവും അറ്റത്തൊരു കുഞ്ഞു ഷുഗർ ബീഡും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ ചെയ്യുക. ഷുഗർ ബീഡ് കഴിഞ്ഞിട്ട് മറ്റേ ഹോളിലെ കൂടെയൊക്കെ തിരിച്ച് വരിക. അതവിടെ തുണിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ പണിയുള്ളൂ. അപ്പം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആർക്കും ചെയ്യാവുന്ന വീഡിയോ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ എനിക്കറിയാവുന്നതൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ. അസ്സലാമു അലൈക്കും. ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.